ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോൾ ഇവിടെ 150 ഗ്രാം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഓവർനൈറ്റ് ഒരു 6-7 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതാണ്. ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിനുള്ള 2-3 പച്ചമുളകും, നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചതച്ചതും, ഇത് മുങ്ങി നിൽക്കത്തൊക്കെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു വിസിൽ ലോ ഫ്ലെയിമിലും ഒരു 5-6 വിസിൽ ഹൈ ഫ്ലെയിമിലും ആയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു കടായിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാരറ്റ് കട്ട് ചെയ്തതും പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സവാളയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്ന നേരത്ത് ഇതിലോട്ട് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ട് ഈ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് പോകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയൊക്കെ നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ഗ്രീൻ പീസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഗ്രീൻ പീസ് വേവിക്കുന്ന നേരത്ത് ഒരു 6-7 വിസിലൊക്കെ മതിയാവും. ഒരുപാടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പേസ്റ്റ് പോലെ ഇരിക്കും. അപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറിപ്പോവും. ഇനി ഇതിലോട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ നാളികേരം നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചത് ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ നേരത്തെ നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാം. നന്നായിട്ട് തന്നെ ഗ്രേവിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഫ്ലേവറിന് വേണ്ടിയിട്ടും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഗ്രീൻ പീസ് കറിയിൽ മല്ലിയില ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറി ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെ മാത്രമല്ല പൊറോട്ടയുടെ കൂടെ വരെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കൂ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്